PSC ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിലെ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇത് PSC ബുള്ളറ്റിനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണെന്നാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 2012 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ഇത് നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ചെമ്പഴന്തിയാണ്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരെന്നാണ്. ഇത് 2012 തന്നെയാണ്. ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. ഇതും നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്നൊരു ചോദ്യമാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കണ്ണമ്മൂലയാണ്. കണ്ണമ്മൂല. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1905 അധകൃത വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? അതാണ് ചോദ്യം. ഇത് അയ്യങ്കാളിയാണ് ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത്. അയ്യങ്കാളി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം തന്നെയായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി ആര്? കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി എന്ന് പറയുന്നത് KR ഗൗരിയമ്മയാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി എന്ന് പറയുന്നത് KR ഗൗരിയമ്മയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. ഇത് നമുക്കറിയാം. ഇത് ഒത്തിരി തവണ റിപ്പീറ്റായിട്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. സമത്വ സമാജം എന്ന് പറയുന്നത് അല്ലേ? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അല്ലേ? നമുക്കറിയാം. ഓപ്ഷൻ എയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികളാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇനിയും ചോദിക്കും. അടുത്ത ഏഴാമത്തെ ചോദ്യമാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി അല്ലെ? പങ്കെടുത്തത് ആര്? ഇത് നമുക്കറിയാം. നമ്മൾ വൈക്കം സത്യാഗ്രഹം പഠിക്കുമ്പോൾ ഇത് നമ്മൾ പഠിക്കാറുണ്ട്. EV രാമസ്വാമി നായ്ക്കർ അല്ലേ? പെരിയോർ എന്നൊക്കെ, വൈക്കം വീരർ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കരാണ്. അപ്പോൾ ഇത് നമുക്കറിയാം. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം. അപ്പോൾ വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. അതുപോലെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എപ്പോൾ? അത് 1910 1910 സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് 1910. അടുത്ത 10ാമത്തെ ചോദ്യമാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അയ്യങ്കാളി അല്ലേ? അയ്യങ്കാളി. അപ്പം നമുക്കറിയാം ഈ ഒരു നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ട് ടോപ്പിക്കാണ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, അതേപോലെ പൊയ്കയിൽ കുമാരഗുരുദേവൻ. ഇത്രയും പേര് നിങ്ങൾ ഒന്നും നോക്കാൻ പറ്റില്ലെങ്കിലും ഈ 4 പേരെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ K കേളപ്പൻ. ഇപ്പോൾ അടുത്തിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് K കേളപ്പൻ. പിന്നെ നമ്മുടെ AKG, പിന്നെ അതേപോലെ മന്നത്ത് പത്മനാഭൻ്റെ സവർണജാഥ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്. ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഉത്തരമാണ് അല്ലേ? VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്. അടുത്ത ചോദ്യമാണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്നാണ് ചോദ്യം. കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്, അതിൻ്റെ ശരിയുത്തരം ശ്രീനാരായണ ഗുരുവാണ്. അതിൻ്റെ ഓപ്ഷൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു. കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അത് നമുക്കറിയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആര്? കേരള ഗാന്ധി
കെ കേളപ്പനാണ്. കേരള ഗാന്ധി കെ കേളപ്പൻ. കണ്ട, കെ കേളപ്പൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞിടെ നടന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ചാൽ ഒത്തിരി തവണ കെ കേളപ്പൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇപ്പോൾ പുതിയ രീതിയിലാണ് ഇപ്പോൾ നടന്ന പ്രക്ഷോഭങ്ങൾ, ഈ ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ തന്നിട്ട് ചേരുംപടി ചേർക്കാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ വർഷം അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റിച്ച് തരും. തെറ്റിച്ച് തന്നിട്ട് അത് ക്രോണോളജിക്കൽ ഓർഡർ ആക്കാൻ പറയും. അതായത് ആദ്യം നടന്നത് എന്ന രീതിയിൽ ക്രമപ്പെടുത്താൻ പറയും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വർഷം കൂടെ പഠിക്കുമ്പോൾ ആ രീതിയിൽ കൂടെ പഠിച്ചു വയ്ക്കുക. അടുത്തൊരു ചോദ്യമാണ്, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര്? അതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു മലയാളി മെമ്മോറിയലുണ്ട്. അപ്പോൾ ഈഴവ മെമ്മോറിയലും മലയാളി മെമ്മോറിയലും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിക്കപ്പെട്ടത്? അപ്പോൾ ഇവിടെ 15ാമത്തെ ചോദ്യത്തിലെ ഈഴവ മെമ്മോറിയലിൻ്റെ നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത് മലയാളി മെമ്മോറിയൽ രണ്ടാമത് ചോദിക്കുന്ന 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിക്കപ്പെട്ടത് എന്നാണ്. അത് ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാളിന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ തറമായിട്ട് തന്നെ പഠിച്ചു പോകണം. നിങ്ങൾ കൃത്യമായിട്ട് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അടുത്തത് തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളിയാർ എന്നാണ്. അത് നമുക്കറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ 1.25 കോടി മലയാളികൾ പലതവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് EMS നമ്പൂതിരിപ്പാടാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി സവർണജാഥ, ഇതിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ സമത്വ സമാജം പോലെ തന്നെ ഇപ്പോഴും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഉത്തരം സവർണജാഥ മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങനെ കണ്ടു കാണാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിൻ്റെ സ്ഥാപകനാരെന്നാണ്. ഇതിൻ്റെ നിങ്ങൾ അങ്ങനെ നിരന്തരം കാണുന്നൊരു ക്വസ്റ്റ്യൻ അല്ല ഇത്. ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് പറവൂർ ശ്രീധരൻ തന്ത്രിയാണ്. പറവൂർ ശ്രീധരൻ തന്ത്രി. ഇത് പുതിയൊരു ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. 2012 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിൻ്റെ സ്ഥാപകൻ പറവൂർ ശ്രീധരൻ തന്ത്രിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലുമായിട്ട് നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആര്? തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആര്? ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പട്ടം, TM വർഗീസ്, C കേശവൻ എന്നീ 3 പേരെയാണ് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. പട്ടം എന്ന് പറയുന്നത് പറപ്പിക്കുന്ന പട്ടമല്ല. പട്ടം താണുപിള്ള, TM വർഗീസ്, C കേശവൻ ഈ 3 പേരെയാണ് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. ഇതും നിങ്ങൾക്ക് ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിനു മുമ്പ് കേട്ട് കാണാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ അടുത്ത 22ാമത്തെ ചോദ്യമാണ്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുപദേശിച്ച ആധുനിക കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഇത് നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? നമ്മളിത് ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു കൊട്ടേഷനാണ് അല്ലേ? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇത് ശ്രീനാരായണ ഗുരു ആണങ്ങനെ ഉപദേശിച്ചിട്ടുള്ളത്. അടുത്തത് 19ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം എവിടെയാണെന്നാണ്. അത് കൊല്ലൂരാണ്. കൊല്ലൂർ. 19ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം കൊല്ലൂരാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 1923 കാക്കിനഡ കോൺഗ്രസിൽ പങ്കെടുത്ത് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്?
അതിൻ്റെ ശരി ഉത്തരം നിങ്ങൾക്കറിയാം, TK മാധവനാണ്. അല്ലെ, TK മാധവൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. നിങ്ങൾ ഈ വർഷത്തെ LDക്കും LGSനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് നോക്കി നോക്കി. 1923 കാക്കിനഡ കോൺഗ്രസ് സെഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ 1900 നാഗ്പൂർ സെഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകനാര്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകൻ. ഇതൊരു പക്ഷേ ചിലർക്ക് അത്ര വലിയ പിടിയുണ്ടാകാൻ സാധ്യതയില്ല. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകൻ ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികൾ. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകൻ ആഗമാനന്ദ സ്വാമികളാണ്. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഇത് AKG ആണ്. ഇത് നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് AKG ആണ്. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽബിറക് സമരം നടന്ന ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. കാസർഗോഡാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽബിറക് സമരം നടന്ന ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. അപ്പോൾ 28 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു പേജിൽ നമ്മൾ പഠിച്ചു. PSC ബുള്ളറ്റിനിലെയാണ്. ഇനി ഇവിടെ ഒറ്റനോട്ടത്തിൽ എന്നും പറഞ്ഞ് PSC ബുള്ളറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇത് യഥാർത്ഥ പേരാണ്. വൈകുണ്ഠസ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി എന്നാണ്, അല്ലെങ്കിൽ മുടിചൂടും പെരുമാളെന്നും അറിയപ്പെട്ടിരുന്നു. മുടിചൂടും പെരുമാളെന്നിട്ടതിന് ശേഷം സവർണജാതിക്കാരുടെ എതിർപ്പ് മൂലം ആ പേര് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഒരു കഥയുണ്ട് വൈകുണ്ഠസ്വാമികൾക്ക്. ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി എന്ന അയ്യപ്പൻ എന്നയാൾക്ക് ചട്ടമ്പി എന്നൊരു പേര് വരാൻ കാരണം ക്ലാസ്സിൽ ലീഡർ എന്നുള്ള രീതിയിൽ മോണിറ്റർ ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നു, ലീഡർ എന്നുള്ള നിലയിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. ചട്ടമ്പി സ്വാമികൾ. അടുത്തത് തൈക്കാടയ്യ. തൈക്കാടയ്യയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സുബ്ബരായൻ എന്നാണ്. സുബ്ബരായൻ. തൈക്കാടയ്യ സുബ്ബരായൻ. പൊയ്കയിൽ യോഹന്നാൻ. കുമാരൻ എന്നാണ് പേര്, അല്ലേ? കുമാര ഗുരുദേവൻ എന്നും അറിയപ്പെടുന്നു പൊയ്കയിൽ യോഹന്നാൻ. അടുത്ത ശുഭാനന്ദ ഗുരുദേവൻ എന്നറിയപ്പെടുന്നത് പാപ്പൻകുട്ടിയാണ്. പാപ്പൻകുട്ടി. ശുഭാനന്ദ ഗുരുദേവൻ എന്നറിയപ്പെടുന്നത് പാപ്പൻകുട്ടി. ആഗമാനന്ദ സ്വാമികൾ കൃഷ്ണൻ നമ്പ്യാതിരി. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരാണ് കൃഷ്ണൻ നമ്പ്യാതിരി. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ. ആനന്ദ തീർത്ഥൻ്റെ യഥാർത്ഥ നാമം ആനന്ദ ഷേണായി എന്നാണ്. ആനന്ദ തീർത്ഥൻ്റെ യഥാർത്ഥ നാമം ആനന്ദ ഷേണായി എന്നാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി അല്ലെങ്കിൽ മുടിചൂടും പെരുമാൾ എന്നാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി കാരാട്ട് ഗോവിന്ദമേനോൻ. ചട്ടമ്പി സ്വാമികൾ അയ്യപ്പൻ. തൈക്കാടയ്യ സുബ്ബരായൻ. പൊയ്കയിൽ യോഹന്നാൻ കുമാരൻ. ശുഭാനന്ദ ഗുരുദേവൻ പാപ്പൻകുട്ടി. ആഗമാനന്ദ സ്വാമികൾ കൃഷ്ണൻ നമ്പ്യാതിരി. വാഗ്ഭടാനന്ദൻ വയലേരി കുഞ്ഞിക്കണ്ണൻ. ആനന്ദ തീർത്ഥൻ്റെ യഥാർത്ഥ പേര് ആനന്ദ ഷേണായി എന്നാണ്. നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. നമുക്കിതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്